നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വണ്ടിയായിരിക്കും ഇതല്ലേ. ഇത് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോ നമ്മൾ ചാനൽ 5 കൊണ്ടുവന്നാണ് കുറച്ച് വർക്കും കാര്യങ്ങളും ചെയ്യാൻ. നമ്മൾ കേരള ട്രിപ്പ് പോകുന്നതിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതാ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് ഞാനിപ്പോ ആന്റിക്ക് ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇതിപ്പോ ലേഡീസിനെല്ലാം ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ നമുക്ക് ഹെൽത്ത് വൈസ് മോശമായിട്ടുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കുഞ്ഞ വണ്ടി ഇത്. നമ്മളിത് ഓടിക്കാൻ വേണ്ടി എളുപ്പം വേറെ ഒന്നുമില്ല. ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചിൽ ഇങ്ങോട്ടേക്കാക്കുക. അത് കഴിഞ്ഞിട്ട് അല്ല സ്വിച്ച് ഇങ്ങോട്ടാക്കുക. അത് കഴിഞ്ഞിട്ട് ദേ ഇതുണ്ടോ, ഇത് നമുക്ക് ഫ്രണ്ടും ബാക്കിലോട്ടും ഒക്കെ പോകാം. ഇപ്പൊ ഫ്രണ്ടിലോട്ട് പോകാനായിട്ട് അങ്ങോട്ടേക്കും ബാക്കിലേക്ക് പോകണമെങ്കിൽ ആ സ്വിച്ച് ഇങ്ങോട്ടേക്കും. ഇപ്പൊ നമുക്ക് ഫ്രണ്ടിലോട്ടല്ലേ പോകണ്ടേ. എന്നിട്ട് പെതിയെ ആക്സിലേറ്റർ കൊടുക്കുക. നമ്മൾ സ്കൂട്ടറിനൊക്കെ എടുക്കുന്ന പോലെ പെതിയെ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആയിക്കോളൂ. എടുത്തോ, കണ്ട 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 ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമുക്ക്. വണ്ടി അങ്ങോട്ട് പോകുന്നു എന്ന് തോന്നുമ്പം ഇങ്ങനെ കൈ, അതായത് അങ്ങോട്ട് പോകുമ്പം ഈ കൈ ഇങ്ങനെയും ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ ഈ കൈ ഇങ്ങനെ. അതെ, ആ കൈ പൊക്കുമ്പം ബ്രേക്ക് ഇനി ചെറിയ ആക്സിലേറ്റർ കൊടുത്തിട്ട് അപ്പൊ കണ്ട ഭയങ്കര ലൂസ് ആയിട്ട് വരുന്നുണ്ടോ. അങ്ങനെ അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. കണ്ട എത്ര പെട്ടെന്നാ പഠിച്ചത്. നമുക്ക് അങ്ങോട്ടേക്ക് പോണെങ്കിൽ ഇനി ഈ കൈ പൊക്കിയിട്ട് പഠിക്കാനായിട്ട് ഭയങ്കര എളുപ്പം. കണ്ട ആദ്യമായിട്ട് വണ്ടി എടുക്കുന്ന ഒരാളാണ് ഈസി ആയിട്ട് വണ്ടി എടുക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ടെക്നിക്ക് മനസ്സിലായില്ലേ? ടെക്നിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ എടുത്തോ. ഇങ്ങോട്ടില്ല, ഇങ്ങോട്ട് പോകാൻ അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി എന്തെടുക്കുമായിരുന്നോ? ജോലി? എനിക്ക് അവിടെ ആയൊരു കടയാണ്. അപ്പം ഞാൻ അവിടെ റിപ്പയർ ചെയ്തോണ്ട് ഇരുന്നതാ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോ കാണാൻ പറഞ്ഞോണ്ട് നമ്മൾ ഇതൊന്ന് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു വാഹനമാണ് ഇത്. ഞാൻ ഇങ്ങനത്തെ വാഹനം കണ്ടിട്ടില്ല. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞുകൊണ്ട് വന്നതാ. ഓക്കെ, ഞാനും കൂടെ വണ്ടിയുടെ പുറകിലൊന്ന് കയറട്ടെ? ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഈ വണ്ടി ആദ്യമായിട്ട് കാണുവാ. പോവാ. അപ്പം നമ്മൾ ഒത്തിരി തവണ കയറിയിട്ടുള്ള വണ്ടിയാണ്. പക്ഷെ എന്നാലും വേറൊരാൾ ഓടിച്ചിട്ട് ഞാൻ പുറകിലിരിക്കുന്നത് ഫസ്റ്റ് ടൈം ആണ്. ചേച്ചിക്ക് ഒരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ആയൊരു ഷോപ്പ്, വാച്ച് റിപ്പയറിങ് കാര്യങ്ങളെല്ലാം കൂടെ ഒക്കെയാണ്. വാച്ച് റിപ്പയറിങ്ങോ? എവിടെ? എല്ലാ ടൈപ്പ് വാച്ച് റിപ്പയർ ചെയ്യുന്നുണ്ട്? എല്ലാ ടൈപ്പും വാച്ച് റിപ്പയർ ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ടല്ലേ വെക്കേണ്ടത്? പിടിയിട്ടില്ലേ? വിട്ടിട്ടെ. അപ്പൊ നമുക്ക് കുഴപ്പമില്ല. ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ പോയാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ, ടാറ്റാ. ആദ്യമായിട്ടാണ് അടിപൊളി, സൂപ്പർ. കണ്ടോ, ഓടിക്കാൻ പഠിച്ചപ്പോ സൂപ്പർ വണ്ടിയാന്ന് പറയുന്നത്. വണ്ടി ഓടിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിട്ടുണ്ട്. വണ്ടി ഓടിച്ചിട്ടുണ്ട്? ഇല്ല ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ തരത്തിലൊരു വണ്ടി കാണുന്നത് തന്നെ. പറഞ്ഞു തന്നപ്പം അതിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ 1-2 വട്ടമൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പറത്തിക്കൊണ്ട് നടക്കാം. ആണല്ലേ? ഓക്കെ, നമ്മുടെ വാച്ച് കടയിലെ പുതിയ വാച്ചുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ലേഡീസ് ജെന്റ്സ് എല്ലാം, കുട്ടികളുടെ എല്ലാം ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് സെയിൽ മാത്രമല്ല റിപ്പയറിംഗ് ഉണ്ട്. റിപ്പയറിംഗ് ഞാൻ തന്നെ ചെയ്യുന്നു. പിന്നെ സെയിൽ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ പറയുന്നത് തന്നെ ഞാൻ എടുത്തു കൊടുക്കും. ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്, ഇഷ്ടംപോലെ കസ്റ്റമർ ഉണ്ട്. എന്റെ ഹസ്ബൻഡിന്റെ നടത്തിക്കൊണ്ടുന്ന കട, ആ വിശ്വാസം കൊണ്ട് ഇന്ന് ഞാൻ നിലനിർത്തുന്നു ആ വിശ്വാസത്തെ. അതെ, ചേച്ചിയുടെ ഹസ്ബൻഡ് ആണ് നമ്മളിപ്പോ വണ്ടി കുറച്ചും കൂടെ ബെറ്റർ ആക്കി നമുക്ക് തന്നത്. നമ്മളൊരു കേരള ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ വണ്ടിക്ക് കുറെ പണികൾ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പിലാണ് നമ്മൾ വന്ന് ഇപ്പൊ ഫുൾ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. വണ്ടി നല്ല നീറ്റ് അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. ഇനി കുറച്ച് പെയിന്റ് വർക്കും കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ടേ. നമ്മളെ വണ്ടിയുടെ പണിയെല്ലാം ഒരു വിധം ഒന്നും പറയാൻ പറ്റത്തില്ല, ഒരു പകുതി തീർന്നിരിക്കുവാണ്. അപ്പൊ ഞാൻ വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ് നടത്തിക്കൊണ്ടിരിക്കും. ചേട്ടാ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലയോ? സൂപ്പർ ആണല്ലേ. ഒരു നിസാര സമയം കൊണ്ട് വണ്ടി ഓടിക്കാൻ പഠിച്ചോ. പോന്നോ? പെട്ടെന്ന് പഠിച്ചില്ലേ? പിന്നെ ഇത്രയും പെട്ടെന്ന് പഠിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചോ? ഇല്ല, ഞാൻ വിചാരിച്ചു പാടായിരിക്കും. ഞാൻ 2 ദിവസം കട്ടയ്ക്ക് ഇന്ന് പണിഞ്ഞു കേട്ടോ. ഞാനും മോഹൻ ചേട്ടനും ഇതെല്ലാം എന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്തവരാണ് കേട്ടോ. ഞങ്ങളെല്ലാം കട്ടയ്ക്ക് ഇന്ന് പണിഞ്ഞ് സെറ്റാക്കി വണ്ടി പറക്കി. ഇനി ഹാൻഡിലെ പണികളുണ്ട്. അങ്ങനെ എൻ്റെ വണ്ടിയുടെ പണി ഏകദേശം ഒരു 3/4 ഭാഗമല്ല, ഒരുവിധം എല്ലാം തീർന്നിരിക്കും. ഇനി പെയിന്റിംഗ് കൂടെ മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ പെയിന്റിംഗ് അല്ല, ഇതിന് ഓട്ടോമാറ്റിക് റൂഫൊക്കെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ. മോഹൻ ചേട്ടൻ ഒരുപാട് ഐഡിയാസ് പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരാളിനെ കിട്ടാൻ ഭയങ്കര പാടാട്ടോ. കാരണം ഞാൻ ഈ വണ്ടി ആദ്യമായിട്ട് നിർമ്മിക്കുക 4 വർഷം മുമ്പാണ്. അന്ന് ഇതിൻ്റെ ലേത്ത് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി, എന്നെ കരയിപ്പിച്ചു വേണമെങ്കിൽ പറയാം. പക്ഷെ ആ സ്ഥാനത്ത് ഇവിടെ വന്ന് എനിക്ക് 4 ദിവസം കൊണ്ട് എൻ്റെ കൂടെ നിന്ന് കട്ടയ്ക്ക് നിന്ന് എല്ലാം ചെയ്ത് നീറ്റാക്കി വണ്ടിയുടെ ഹാൻഡിൽ ഉൾപ്പെടെ മാറിയതാ കണ്ടോ.
അതുകൂടെ തന്നെ എൻ്റെ ഹൗസിംഗ് ഉൾപ്പെടെ മാറി എൻ്റെ കൂടെ സഹകരിച്ചവരാണ് ഇവരെല്ലാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെ. ശരിക്കും ഇതിന്റെ വർക്ക് ഒരുപാട് ഇനി ചെയ്ത് കുറച്ച് സജഷനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇത് ഓട്ടോമാറ്റിക് റൂഫ് ചെയ്യാം, പിന്നെ മിറർ വയ്ക്കുക, ഒത്തിരി വർക്കുകളുണ്ട്. അപ്പം അമലിനിപ്പോൾ ഇത്രയും ഒരു കേരള ട്രിപ്പിന് ഇത്രയും മതി എന്ന് പറഞ്ഞ് അപ്പോൾ അത്രയും ഫിനിഷ് ചെയ്തു. എത്രയും പെട്ടെന്ന് ഓൾ കേരള ഞാനും ബിനീഷയും കൂടെ വരാനാണ് താല്പര്യപ്പെടുന്നത്. ഒരു അടിപൊളി ആയിരിക്കും, ഒരു പെൺകുട്ടിയും കൂടെ എൻ്റെ കൂടെ വരിക, വണ്ടി ഓട്ടിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു വ്യത്യസ്തമായ ഒരു വണ്ടിയാണ്. കാരണം എല്ലാവർക്കും ഒരേ കണക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഭിന്നശേഷിക്കാർക്കാണ് മെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം ഒരു കൈ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റും. ഈ വണ്ടി കയറി ഇരുന്ന് കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കൈ ഉണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കച്ചവട കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്തെങ്കിലും വിൽക്കാൻ അല്ലേ. എൻ്റെ ബാക്കിലേക്ക് ഒരുപാട്, അതായത് ഈ ഒരു വണ്ടിക്കകത്ത് ശരിക്കും പറഞ്ഞാൽ അതായത് പിന്നെ ഈ ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് വരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഇത് ഇനി കാരവാൻ വേണമെങ്കിൽ അങ്ങനെ ആക്കാം. മോശമായിട്ട് ചിന്ത കേട്ടോ, ഈ ചെറിയൊരു വണ്ടിക്കകത്ത് എന്തെല്ലാം സെറ്റപ്പ്. ഞങ്ങൾ രണ്ടുപേർക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന രീതിയിൽ ഒരാക്കി മാറ്റാമെന്നാണ് മോഹൻ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ രാത്രി നമ്മൾ സ്റ്റേ ചെയ്യുമായിരിക്കും, ടെൻ്റ് അടിച്ചായി കിടക്കുന്നത്. ആ ടെൻറ്റ് വേണ്ട, ഈ വണ്ടിക്കകത്ത് തന്നെ കിടന്ന് ഉറങ്ങാൻ പറ്റുമെന്നാണ് ചേട്ടൻ പറഞ്ഞു വരുന്നത്. അത്രയും ചിന്തിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ അല്ലേ. തീർച്ചയായിട്ടും അതെല്ലാം ചെയ്യാം, സമയം പോലെ കൊണ്ടുവന്നാൽ മതി, നമുക്ക് അതെല്ലാം ചെയ്തെടുക്കാം. ഓക്കെ, നിലവിൽ ഇപ്പോൾ ഹാൻഡിൽ മാറ്റം വരുത്തി കഴിഞ്ഞു. ഞങ്ങൾ ഹൗസിങ്, ഇതിൻ്റെ താഴെ ഹൗസിങ് സാധാരണ ഇത് സിംഗിൾ ഒരു വീല് മാത്രം കറങ്ങത്തുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ 2 വീലും ഒരേ കണക്ക് ലോഡ് എടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തേക്കുവാണ് ഹൗസിങ്. ഇപ്പം നിലവിൽ ഞാനും ബിനീഷും കൂടെ യാത്ര ചെയ്യാൻ പോകുന്നത്. ഇല്ലേ ബിനീഷേ, എന്തെങ്കിലും മിണ്ടിക്കളാ? അതെ. അന്നേരം ഞാൻ പറഞ്ഞേ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഭിന്നശേഷിക്കാർക്കാണ് ഇലക്ട്രിക് വീൽ ചെയർ കിട്ടും. അത് ഏകദേശം എനിക്ക് തോന്നുന്നു 40-20 കിലോമീറ്റർ എത്ര ഓടുമായിരിക്കും അത്? ഏതാ ഈ ഭിന്നശേഷിക്കാരുടെ ഈ വീൽ ചെയർ ഉണ്ടല്ലോ, ഇലക്ട്രിക് വീൽ ചെയർ. ബാറ്ററി കപ്പാസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത്. അന്നേരം മാക്സിമം പോയ 30-40 ഇല്ല അത്രയും പോകത്തില്ല. ഇല്ല, സേഫ് ആണോ അത് സേഫ് ആണോ എന്ന് ചോദിച്ചാൽ അത് സേഫ് അല്ല. എവിടെ ചരിയാൻ മറിയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ വണ്ടി അങ്ങനെ മറിയത്തില്ല. ഇത് നല്ല കംഫർട്ടാണിത്, യാത്ര സുഖമൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. അതേ കണക്കാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു 400 കിലോ അല്ലേ നമ്മള് 4 പേര് 3 പേരൊക്കെ ഞങ്ങൾ കയറി കുത്തനുള്ള കയറ്റമൊക്കെ കയറി പോയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള വണ്ടിയാണ് ഇതൊക്കെ. അങ്ങോട്ട് തുറന്നുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അന്നേരം ചാനൽ 5 ആള് ഭയങ്കര ബുദ്ധിയാണെന്ന് പറയുന്നില്ല, ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ. കാരണം മുമ്പുള്ള വീഡിയോ നമ്മൾ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. ഒരു ചെറിയൊരു ഓഫീസ് റൂമിനകത്ത് എന്തെല്ലാം സൗകര്യം, ബാർ ഫെസിലിറ്റീസ് വരെ അത് കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. ഊഞ്ഞാല്, ഒഴി നടക്കുന്ന എന്തുവാ മേശ, എന്തു പറയുന്നേ, പിന്നെ കൗണ്ടർ ചെയർ, പിന്നെ അതുപോലെ അന്തരീക്ഷത്തിലുള്ള ചെയർ, അങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഭൂമിക്ക് അടിയിൽ നിന്ന് വരുന്ന ടീമേഷ, അങ്ങനെ ഒരുപാട് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. അതുകൂടാതെ നമ്മൾ പല വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട്. കപ്പ് ഹാങ്ങർ മിഷൻ ഓട്ടോമാറ്റിക്, ലോകത്ത് എങ്ങും ഇല്ലല്ലോ, ഇവിടെ മാത്രമല്ലേ, മാത്രമല്ലേ. അതിന് പേറ്റന്റ് വേറെ മേടിച്ച ഒരാളാണ് കേട്ടോ. അന്നേരം പേറ്റന്റും ഉണ്ട്, പിന്നെ അതിന് എനിക്ക് ഡോക്ടറേറ്റും കിട്ടി. അങ്ങനെ ഡോക്ടർ, അങ്ങനെയാണ് ഡോക്ടറേറ്റ്. 10ാം ക്ലാസ്സിന് ഡോക്ടറെ എന്ന് വിളിക്കേണ്ട അവസ്ഥ അതാണിത്. അപ്പൊ ഈ വണ്ടി കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞ അമലേ, ഇത് സംഭവം നല്ല അടിപൊളി സ്ട്രക്ചറും കാര്യങ്ങളാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് കാരവാനാക്കാം. നിങ്ങൾ രണ്ടുപേരും ഇത് പോകുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു ബെഡ് സ്പേസും ശരിയാക്കാം, ടെൻ്റ് ഓട്ടോമാറ്റിക് റൂഫ് ചെയ്യാം, ഒത്തിരി സംഭവങ്ങളൊക്കെ എല്ലാം ഇതിനകത്ത് ചെയ്യാം. പിന്നെ സോളാറാക്കാം, ഒത്തിരി ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അമല് ഇപ്പോഴത്തെ ട്രാവലിങ്ങിന് ഇപ്പോൾ ഇത് മതി, ഇനി അടുത്തതിന് ഇതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ തീർച്ചയായും ചെയ്യും. മോഹൻ ചേട്ടൻ്റെ ഐഡിയാസ് ഒരുപാടാണ് കേട്ടോ. അന്നേരം നമ്മൾ ഉറപ്പായിട്ടും അതും ചെയ്യുന്നതായിരിക്കും അല്ലേ. തീർച്ചയായിട്ടും മതി. ഞാനും വർക്ക്ഷോപ്പ് കോലത്തിൽ നിന്നതാണ് കേട്ടോ. മോഹൻ ചേട്ടൻ വർക്ക്ഷോപ്പ് ഈ രൂപത്തിൽ നിൽക്കുന്ന ആരും കണ്ടിട്ടുണ്ടോ? ഇവരെല്ലാം വർക്ക്ഷോപ്പ് കോലത്തിൽ നിൽക്കുവാണോ? ഞാനും അങ്ങനെ നിന്നെയാണ്. ഒരു 3-4 ദിവസം കരിപുരണ്ട ജീവിതമായിരുന്നു എൻ്റെയും ഇല്ലേ. കരിയോയിലിൻ്റെ ജീവിതം സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. കാരണം മനസ്സറിഞ്ഞ് എൻ്റെ കൂടെ അമലെ കൊണ്ടുപോകാം, നമുക്ക് നോക്കാം, ശ്രമിക്കാം എന്നൊരു വാക്ക് പറയല്ലോ. അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതാണ് നിലവിൽ നമ്മളെ ഹാൻഡിൽ ചെറിയൊരു മാറ്റം, നേരത്തെ പറഞ്ഞാൽ പെട്ടെന്ന് ബെൻഡാവുന്ന രീതിയിലായിരുന്നു. ഞാൻ പറഞ്ഞു അന്ന് നമുക്ക് പരിമിതികളുണ്ടായിരുന്നു. അപ്പം ആ പരിമിതിയിലെല്ലാം മാറിയിട്ടുണ്ട്. ഹാൻഡിൽ റെഡി ആക്കിയിട്ടുണ്ട്. ഹൗസിങ് ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻഷ്യൽ എന്ന് പറയും കേട്ടോ. ഈ 2 വീലും ഡ്രൈവ് ആവും, കറങ്ങുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ഇത്രയും മാറ്റം നമ്മൾ വരുത്തിയില്ലേ. ഇനി നമ്മൾ മേൽക്കൂര ഇല്ലേ റൂഫ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓട്ടോമാറ്റിക് അങ്ങനെ ഒരുപാട് സെറ്റപ്പ് നമ്മൾ അടുത്ത പ്രാവശ്യം ചെയ്യുന്നതായിരിക്കും. ഇത്രയും ചേസിനകത്ത് ഈ വീൽ സെറ്റപ്പും എല്ലാം വെച്ചുകൊണ്ട് നമുക്ക് പലതും ഇതിനകത്ത് ചെയ്യാൻ പറ്റൂലേ. ഓക്കെ അന്നേരം മോഹൻ ചേട്ടൻ്റെ വർക്ക്ഷോപ്പ് ഇതാണ് കേട്ടോ. മിഷനറീസിൻ്റെ ഒക്കെ പണിയുണ്ട്. ഇതൊക്കെയാണ് മിഷൻ. ഇതൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കാം കേട്ടോ, അല്ല ഡൈക്കാതൊന്നും അല്ലെങ്കിൽ വേറെ സ്പെയറൊന്നും വരുത്തി ചെയ്യുന്നതൊന്നുമല്ല. ഇതൊക്കെ മോഹൻ ചേട്ടൻ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടോ. സർവീസിന് മിഷൻ വന്നിരിക്കുന്നുണ്ടോ നമ്മുടെ പേറ്റന്റ് കിട്ടിയ മിഷൻ ഇല്ലിരിക്കുന്നതാണ് കേട്ടോ. നിസ്സാര ആളല്ലേ. അന്നേരം ചേട്ടൻ്റെ വർക്ക്ഷോപ്പും എല്ലാം ഇവിടെ തന്നെയാണ്. ചേട്ടാ നമ്മൾ ഈ ആശയമായിട്ടെ പല ആൾക്കാരൊക്കെ വരും, അന്നേരം അവർക്കും ചെയ്ത് കൊടുക്കത്തില്ലേ? പിന്നെന്താ, തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും ലേറ്റസ്റ്റ് ആയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം? ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം കുറച്ച് മെഷീൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിലവിലില്ലാത്ത മെഷീൻ്റെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ ഈ കപ്പ് ഹാങ്ങർ മെഷീൻ്റെ ഓർഡറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള വർക്കുകളും, അതായത് ടെക്നിക്കലായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യും. അത് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇല്ലാത്തൊരു സാധനത്തെ അതെ 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 നിലവിലില്ലാത്ത സാധനം പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് വലിയ ഇഷ്ടമാണ്.